ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 8 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 39 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ 16 സീറ്റുകളും ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചു. തൃശൂരിൽ കെ മുരളീധരൻ, വടകരയിൽ ഷാഫി പറമ്പിൽ, ആലപ്പുഴയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ മത്സരിക്കും. കണ്ണൂരിൽ K സുധാകരൻ തന്നെയാണ് സ്ഥാനാർത്ഥി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും സിറ്റിംഗ് MP തുടരും. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെ 4 കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളാണ് കേരളത്തിൽ നിന്ന് ജനവിധി തേടുന്നത്. ഛത്തീസ്ഗഡിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ മത്സരിക്കുന്നുണ്ട്. ജനറൽ വിഭാഗത്തിൽ നിന്ന് 15 പേരും SC ST OBC ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് 24 പേരുമാണ് ആദ്യഘട്ട പട്ടികയിലുള്ളതെന്ന് KC വേണുഗോപാൽ അറിയിച്ചു. ജയം ഉറപ്പിക്കുന്ന ലിസ്റ്റോ. അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, അനിൽ അക്കര കോൺഗ്രസ്, KVS ഹരിദാസ് BJP, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം അനിൽ അക്കര, തൃശ്ശൂരിലേക്ക് പോയാൽ എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ ഈ അവസാന നിമിഷത്തിലെ മാറ്റം? അത് നമ്മൾ ഇന്ന് വളരെ സന്തോഷകരമായ രീതിയിൽ കേരളത്തിലെ 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തൃശ്ശൂരിൽ മാത്രമാണ് സിറ്റിംഗ് MP മത്സരിക്കാതിരിക്കുന്നത്. നേരത്തെ നികേഷ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഈ 16 സീറ്റുകളിൽ ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ 4 കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങളും KPC പ്രസിഡന്റും മുൻ KPC പ്രസിഡന്റ് K മുരളീധരൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കന്മാർ മത്സരിക്കുന്ന ഒരു പാനലാണ് കേരളത്തിൽ AICC പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനകത്ത് ശ്രദ്ധേയമായൊരു മാറ്റം എന്ന് പറയുന്നത് നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും സ്നേഹ സന്ദേശ യാത്ര ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് കേരളത്തിൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി കരസ്ഥമാക്കണം എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സാമൂഹ്യ ചുറ്റുപാടുകൾ കൂടി വളരെ കൃത്യമാകണം എന്നുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യതയോടുകൂടിയുള്ള പഴുതടച്ച 20 സീറ്റിലും ജയിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും ശക്തരായ, ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻ AICC പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും, അത് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രവർത്തക സമിതി അംഗങ്ങളും എല്ലാ സീറ്റുകളിലും അതത് MP തന്നെ മത്സരിക്കുമെന്നാണ്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ അവസാന നിമിഷത്തിലെ ഈ മാറ്റം, അവസാന മണിക്കൂറുകളിലെ ഈ മാറ്റം? അതാണ് ഞാൻ പറഞ്ഞത്. പഴുതടച്ച കേരളത്തിലെ 20 സീറ്റുകളും ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാരണവശാൽ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയുള്ള ഒരു കാരണം ഈ 20 സീറ്റ് കരസ്ഥമാക്കുന്നതിൽ ഉണ്ടായിക്കൂടാ എന്നുകൊണ്ട് പഴുതടച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥി വന്ന സാഹചര്യത്തിൽ സാമൂഹ്യമായ അന്തരീക്ഷം കൂടി കണക്കിലാക്കിക്കൊണ്ട് എല്ലാ പരിഗണനയും നൽകി ഇതൊരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു അസംബ്ലിയെ അല്ലെങ്കിൽ ഒരു പാർലമെന്റ് സീറ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല. കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും ഐക്യജനാധിപത്യം ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി നടപ്പിലാക്കിക്കൊണ്ടാണ് പഴുതടച്ച സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയ സാഹചര്യത്തിൽ അത് കുറച്ചുകൂടി ജാഗ്രത തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ എടുത്തു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മികച്ച സ്ഥാനാർത്ഥി TN പ്രതാപൻ മികച്ച സ്ഥാനാർത്ഥിയല്ല എന്നല്ല ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. TN പ്രതാപനെ പോലെ കുറച്ചുകൂടി അതിനേക്കാൾ തൃശ്ശൂരിൽ വോട്ടർമാരിൽ കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കൂടുതൽ ഉറപ്പാക്കാൻ കഴിയുന്ന പഴുതടച്ച ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ളതുകൊണ്ടാണ് ശ്രീ K മുരളീധരൻ. ഇവിടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സാമുദായിക സന്തുലനം പാലിക്കേണ്ടതുണ്ട് എന്ന് സംഘടനാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മളൊക്കെ കരുതിയിരുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ല, പകരം വയനാട്ടിലൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയാകുമെന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് വടകര K മുരളീധരനെ ഒഴിപ്പിക്കേണ്ടി വന്നത്. വടകര പകരം ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തിരിക്കുന്നു. അതാണോ കാരണം? അതല്ല, തൃശ്ശൂരിൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിൽ പോയപ്പോൾ കുറച്ചുകൂടി ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ വേണം, അല്ലെങ്കിൽ
കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ള ആശങ്കയുണ്ടോ? പ്രത്യേകിച്ച് TN പ്രതാപൻ അവിടെ ഒരു ആന്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. നികേഷ് കുമാറിൻ്റെ ചാനലിലിരുന്ന് അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെ ചാനലിലിരുന്ന് അവതാരകനായ കേരളത്തിലെ ഏറ്റവും സീനിയറായ പത്രപ്രവർത്തകൻ നികേഷ് കുമാറും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും ജൂനിയറായ ഞാനും ചർച്ച ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റിയെ ഞാൻ ഇവിടെ ഇരുന്ന് ചോദ്യം ചെയ്യാൻ ആളല്ല. നിങ്ങൾ പുറത്തുവിട്ട സർവേയിൽ ഈ 3 സ്ഥാനാർത്ഥികളിൽ ജയിക്കും, ഇപ്പോൾ മുന്നിൽ TN പ്രതാപനാണ് എന്നുള്ളത് റിപ്പോർട്ടർ ചാനൽ തന്നെ പറഞ്ഞ ഒരു സാഹചര്യം ഇരിക്കുമ്പോൾ, റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞുകൊണ്ടാണ്, അതിനകത്തെ കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും പ്രീപോൾ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ TN പ്രതാപന് മുൻതൂക്കമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ചോദ്യം തന്നെ അപ്രസക്തമാണ്. ആയിക്കോട്ടെ, അല്ല നമ്മൾ സർവേ അവസാന വാക്കല്ലല്ലോ എപ്പോഴും, അത് കഴിഞ്ഞും രാഷ്ട്രീയം ഉരുത്തിരിയുന്നുണ്ട്. VS സുനിൽകുമാർ അടക്കമുള്ള VS സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥി വന്നത് അതിന് ശേഷമാണ് എന്നുള്ളതും താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അല്ല, താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെയും അഡ്വക്കേറ്റ് K അനിൽകുമാർ, നോക്കൂ, രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിനെ നയിക്കുന്നയാൾ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രവർത്തക സമിതി അംഗം ശശി തരൂർ, പ്രവർത്തക സമിതിയിലെ പ്രത്യേക ക്ഷണിതാവ് കൊടിക്കുന്നിൽ സുരേഷ്, KPC പ്രസിഡന്റ് K സുധാകരൻ, മുൻ KPC പ്രസിഡന്റ് K മുരളീധരൻ, ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു സംസ്ഥാനത്ത് ഇത്രയും ശക്തമായ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് നൽകാനാകുമോ എന്നുള്ളത് പോലും സംശയമാണ്. അത്രയും കൃത്യവും ശക്തവുമായിട്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് അഡ്വക്കേറ്റ് അനിൽകുമാർ താങ്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? CPM-നെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? CPM-ന് ഒരു ആശങ്കയില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ ഈ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മുങ്ങിയത് എന്ത് കാര്യത്തിനാണ്? അന്നത്തെ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കണോ? KC വേണുഗോപാൽ അങ്ങനെ സ്വീകാരനായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിക്കാമായിരുന്നല്ലോ. അദ്ദേഹത്തെ ആരും ഒഴിപ്പിച്ചു വിട്ടതല്ലല്ലോ. അപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു ഓടിയതാണ്. അത് കഴിഞ്ഞ് രാജ്യസഭയിൽ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ആ സംസ്ഥാനം തന്നെ എന്തവസ്ഥയിലായി നമുക്കറിയാം. അദ്ദേഹത്തെ ഏൽപ്പിച്ച ഒരു സംസ്ഥാനം, അദ്ദേഹം രാജ്യസഭയിൽ കടന്നുകൂടിയ സംസ്ഥാനം രാജസ്ഥാൻ, അദ്ദേഹം ചെന്നിടത്ത് എന്തായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഉത്തരേന്ത്യയിൽ ആകെയുള്ളത് ഹിമാചൽ പ്രദേശാണ്. അതുകൂടി ഏതാണ്ട് ഒരു പരുവമാക്കിയിട്ടാണ് ഇവരെല്ലാം കൂടെ തെക്കോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരേതാണ്ട് വലിയ നിരയാണ്, ശക്തമാണ്. എന്താ വർക്കിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഈ വർക്കിംഗ് കമ്മിറ്റിയിലുള്ളവരൊക്കെ തന്നെയാണ് BJP-യിലേക്ക് ചാടി പൊക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി, മറ്റേ എല്ലാ കമ്മിറ്റികളിലുള്ള മുൻ മുഖ്യമന്ത്രിമാർ, അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും പൊക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അത്ര വേഗത്തിൽ പോകാൻ പറ്റാത്തൊരു ഇടമാണ് കേരളം എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ അവർ അവസാന അഭയം തേടിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഇന്ന് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ ഈ ജോഡോ യാത്രയുടെ സമാപനത്തിൽ ഇന്ത്യ മുന്നണിയുടെ എല്ലാ പാർട്ടികളും വരണം. ഞങ്ങൾ ആനി രാജയെ പറഞ്ഞു വിട്ടാനുള്ള അവസ്ഥ എന്താ? രാഹുൽ ഗാന്ധി എങ്കിലും വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാകരുതായിരുന്നു. അത് തെറ്റാണ് ചെയ്തത്. നിങ്ങൾ ഇന്ത്യ മുന്നണിയെ പറയുകയും പരസ്പരം മത്സരിക്കാൻ പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഒറ്റ വായിൽ 2 വർത്താനം പറയണത്. ഇന്ത്യ മുന്നണിയുടെ എല്ലാവരും കൂടെ രാഹുൽ ഗാന്ധിയുടെ സമാപനത്തിന് വരണം. ആനി രാജ വിട്ടേക്കാം, അല്ല D രാജ വരാം, വന്നിട്ട് എന്താ പറയേണ്ടത്? അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു. അത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയെപ്പോലൊരു ദേശീയ നേതാവ് മത്സരിക്കാൻ വരുന്നത് എന്ന് പറയുന്നത് അസ്വീകാര്യമാണ്. അതുതന്നെയാണ് അവരുടെ ഗതികേട്. എന്താ വയനാട്ടിനെക്കുറിച്ച് പറഞ്ഞത്? രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ജയിക്കാൻ വേറെ സീറ്റില്ല, ലോകം മുഴുവൻ ഞങ്ങളുടെ കയ്യിലാണ്, പക്ഷെ പകലിറങ്ങി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. കഴിഞ്ഞ തവണ ഇവരെല്ലാം കൂടെ ഒന്ന് കണ്ണുകെട്ടി നാട്ടുകാരെ പറ്റിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും, BJP-ക്ക് കിട്ടുന്ന സീറ്റിനേക്കാൾ 1 സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാലേ പറ്റൂ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തവണ ഇവർ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ ജയിച്ചെങ്കിലും ഒരു MP-യും പെർഫോം ചെയ്തിട്ടില്ല. K മുരളീധരനാവട്ടെ പ്രതാപനാവട്ടെ, ഏത് MP-യാണ് പെർഫോം ചെയ്തത്? പാർലമെൻറ്റിൽ പെർഫോം ചെയ്ത MP-മാരുടെ പേര് പറയൂ. പ്രേമേന്ദ്രനോ? പ്രേമേന്ദ്രൻ പെർഫോം ചെയ്തത് മോദിയെ വാഴ്ത്തുന്നതിലാണ്, നിർമ്മലാ സീതാരാമനെ വാഴ്ത്തുന്നതിലാണ്. കേരളത്തിന് വേണ്ടി സംസാരിക്കാത്തവർ എന്തിനാണ് ഇനി പാർലമെൻറ്റിൽ അയക്കുന്നത്? ഇവർ ദേശീയ നേതാക്കളാണ്, വർക്കിംഗ് കമ്മിറ്റിയിലുണ്ട്. ഈ ഒരു വർക്കിംഗ് കമ്മിറ്റി അവിടെ പോയി വർക്ക് ചെയ്തില്ല. ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് എന്താ പറഞ്ഞു? ഞങ്ങൾ പോയി കിളയ്ക്കണമെന്ന്. എവിടെ? പാർലമെൻറ്റിൽ. K സുധാകരൻ ചോദിച്ചാണ് ഞങ്ങൾ പോയി കിളയ്ക്കണോ? നിങ്ങൾ കിളയ്ക്കണ്ട, നിങ്ങൾ എന്നാ ചെയ്ത്?
ഇന്ത്യ രാജ്യത്ത് മോദിയെ പതിക്കൂട്ടിലാക്കുന്ന എന്ത് കാര്യം നിങ്ങൾ പാർലമെൻറ്റ് ചെയ്തു? അവിടെ ഇവരുടെ എല്ലാം പാർലമെൻ്ററി പെർഫോമൻസ് ചോദ്യചിഹ്നമാണ്. രാഹുൽ ഗാന്ധിക്ക് 51% മേലെ ഹാജരില്ല. ചലഞ്ച് ചെയ്യാം നമുക്ക്. നമ്മൾ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയോടുള്ള തർക്കമല്ല. കേരളത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് തെറ്റായ സന്ദേശം കൊടുക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നയങ്ങളാണ് ജനങ്ങൾ നോക്കുന്നത്. ശ്രീ കെ വി എസ് ഹരിദാസ് അല്പം മുമ്പ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തൃശ്ശൂരിൽ എനിക്ക് 2 ദൗത്യങ്ങളാണുള്ളത്. ഒന്ന് ജയിക്കുക, 2 BJPയെ 3-ാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ VS സുനിൽകുമാർ വേഴ്സസ് കെ മുരളീധരൻ എന്ന നിലയിലേക്ക് മത്സരം മാറിയോ ശ്രീ കെ വി എസ്? അല്ല നികേഷേ, ഞാനിപ്പോ അനിലക്കരയും അനിലും പറഞ്ഞ വാദഗതികൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ കെ മുരളീധരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വന്ന് ബലിയാടായതാണ്. അന്ന് BJPയെ തോപ്പിക്കാൻ മാർക്സിസ്റ്റുകാരുടെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം നേമത്ത് വന്ന് മത്സരിച്ചത്. എത്ര വോട്ട് കിട്ടി മുരളീധരൻ എന്നുള്ളത് വേറൊരു ചോദ്യം. 3-ാം സ്ഥാനത്ത് പോയി. ഇത്തവണ CPM-ഉമായിട്ട് മറ്റൊരു ധാരണയുണ്ടാക്കി വടകര സീറ്റിൽ അവരെ ജയിപ്പിക്കാൻ വേണ്ടുന്ന ഒത്താശ ചെയ്തുകൊണ്ട് അങ്ങനെ തൃശ്ശൂർക്ക് വന്നിരിക്കുക. ഇപ്പോൾ നേരത്തെ അനിലക്കര തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, പ്രതാപൻ അവിടെ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുള്ള പ്രാഗൽഭ്യമുണ്ട്. നിങ്ങളുടെ സർവേയിലും അത് തന്നെയാണ് കണ്ടെത്തിയതെന്നും പറയുന്നു. അങ്ങനെയുള്ള പ്രതാപനെ മാറ്റിയിട്ട് ഈ എന്തിനാ തൃശ്ശൂർക്ക് വരുന്നത്? അത് CPM-ആയിട്ടുള്ള ധാരണയല്ലെങ്കിൽ കഴിഞ്ഞ തവണ CPM-ൽ നിന്ന് പിടിച്ചു വാങ്ങിയ സീറ്റാണ്, അല്ലെങ്കിൽ CPM-നെ തോപ്പിച്ച സീറ്റാണ്. കുറെ നാളായിട്ട് UDF-ന്റെ കയ്യിലിരിക്കുന്ന സീറ്റാ വടകരയിൽ. അവിടെ ഇപ്പൊ ഇവർ കൊണ്ട് നിർത്തിയിട്ടുള്ളത് ആരെയാ? ഷാഫി പറമ്പിലിനെ. നികേഷ്, വടകരയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കൂ. 60കൾ മുതൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വടകര ജയിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ മത്സരിച്ചിട്ടുണ്ട്, പഴയ ഷംസീറും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ലാത്ത, അടുത്ത കാലത്തൊന്നും ജയിച്ചിട്ടില്ലാത്ത വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ട് നിർത്തിയിട്ട് മുരളീധരൻ തൃശ്ശൂർക്ക് ചേക്കേറിയത് BJP തോപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ തോക്കാൻ പോകുന്നത്, 3-ാം സ്ഥാനത്ത് എത്താൻ പോകുന്നത് മുരളീധരൻ തന്നെയായിരിക്കും. പ്രതാപിന് കിട്ടിയ വോട്ട് പോലും അവിടെ മുരളിക്ക് കിട്ടൂല. പണ്ട് മുരളിക്ക് ചില അനുഭവങ്ങളുണ്ട് തൃശ്ശൂര്, കരുണാകരനുണ്ട് തൃശ്ശൂർ ചില അനുഭവങ്ങൾ. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതൊന്നും മറന്നുകൂടാ ഇവര്. എന്നിട്ട് ഇപ്പൊ BJPയെ തോപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് നേമത്ത് നിന്നതുപോലെ തൃശ്ശൂർ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചരിത്രം നമുക്ക് കാണാം. തൃശ്ശൂരിലെ ജാതി പറയട്ടെ. നോക്കൂ, TN പ്രതാപനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപിയെ പ്രതിരോധിക്കാൻ കഴിയുക തൃശ്ശൂർക്കാരനായിട്ടുള്ള K കരുണാകരന്റെ മകനായിട്ടുള്ള മുരളീധരനാണ് എന്നത് തർക്കമറ്റ വിഷയമല്ലേ ശ്രീ കെ വി എസ് ഹരിദാസ്? നിങ്ങൾക്ക് TN പ്രതാപനാകുമായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള ഒരു ജാതി മത രാഷ്ട്രീയം അവിടെ പ്രയോഗിക്കാൻ കഴിയുമായിരുന്നു. ഇനി കഴിയില്ല. അല്ല നികേഷേ, ഇതേ തൃശ്ശൂർ കരുണാകരൻ തോറ്റിട്ടുണ്ട്, മുരളീധരനും തിരിച്ചടി കിട്ടിയിട്ടില്ലേ? വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടില്ലേ? ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അങ്ങനെ ഒരു മാഹാത്മ്യമൊന്നും മുരളീധരന് തൃശ്ശൂരില്ല. കരുണാകരന്റെ തറവാടായിരുന്നു തൃശ്ശൂരെങ്കിൽ കരുണാകരന് തൃശ്ശൂരിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമൊന്നും മുരളീധരൻ അവിടെ ഇല്ല. അതിന്റെ പേരിൽ 4 വോട്ട് കിട്ടാനും പോകുന്നില്ല. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അതുകൊണ്ട് BJPയെ തോപ്പിക്കാനുള്ള ഒരു അച്ചാരവുമായിട്ട് വടകരയിൽ നിന്ന് CPM-ഉമായിട്ട് ധാരണയുണ്ടാക്കി അദ്ദേഹം തൃശ്ശൂർക്ക് വന്നിരിക്കുക. അത്രയേ ഉള്ളൂ അതിനകത്ത്. അത് നിയമത്തേക്ക് പണ്ട് മുരളീധരൻ പോയതിന് സമാനമാണ് ഈ സംഭവം. നിങ്ങൾ മുരളീധരനെ ഹിറ്റ് ചെയ്യുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, വായിച്ചെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ കെ വി എസ് ഹരിദാസ്, മുരളി തൃശ്ശൂരിൽ വന്നത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു വർഷം മുമ്പേ സ്ഥാനാർത്ഥി ഏതാണ്ട് തത്വത്തിൽ തീരുമാനിച്ച് ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു വർഷം മുമ്പേ ഞങ്ങൾ കയറേണ്ട മലകൾ മുഴുവൻ ഞങ്ങൾ കയറി കഴിച്ചിട്ടുണ്ട് തൃശ്ശൂര്. ഇനിയിപ്പോൾ ഇതിന്റെ പിന്നാലെ വരട്ടെ മുരളീധരൻ, ഞങ്ങൾ കാണാം. ഞങ്ങൾക്കൊരു പേടിയില്ല അവിടെ.
ഞങ്ങൾ അവിടെ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഇല്ല എന്ന് നിങ്ങൾക്കൊക്കെ പറയുമായിരിക്കും, നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുമായിരിക്കും. അല്ലെ, പക്ഷേ തൃശ്ശൂരിൽ ഞങ്ങൾ ഒന്നാം ഇന്ന് സ്ഥാനം എന്ന് ഒന്നാം പറയുമ്പോൾ സ്ഥാനത്തുണ്ട്. മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ? അതിനെ തകർക്കാൻ അത് നികേഷിന് മനസ്സിലാവും. കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. നികേഷിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം നികേഷ് ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമായിട്ടല്ല പലപ്പോഴും പെരുമാറുന്നത്. അതുകൊണ്ടേ ഉള്ളൂ. ആ ആക്ഷേപം നമ്മൾ തമ്മിലുള്ളതാ. അല്ലാതെ തൃശ്ശൂര് രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക്, BJPയുടെ സംഘടനാ ശേഷി മനസ്സിലാക്കുന്നവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വടകരയെക്കുറിച്ച് പറഞ്ഞത് വ്യക്തമാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. വടകരയിൽ നികേഷേ, നിങ്ങൾ മലബാറിലെ രാഷ്ട്രീയമൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ലേ? അടുത്ത കാലത്തെങ്ങാനും UDF ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിട്ടുണ്ടോ? ഇല്ല. മുസ്ലിം സ്ഥാനാർത്ഥികൾ വടകരയിൽ നിന്ന് ജയിച്ചിട്ടുമില്ല. ആ പാവം ഷാഫി പറമ്പിലിനെ അവിടെ കൊണ്ടുപോയിട്ട് ബലിയാടാക്കുക ചെയ്തിരിക്കുന്ന ഇവർക്കൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണം. അതിന് വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരനായ പാലക്കാട് ജയിച്ച ഷാഫി പറമ്പലിനെ കൊണ്ട് വടകരയെ കൊണ്ട് ബലിയാടാക്കുക, അത് ശൈലജ ടീച്ചറെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയാ. അത്രേ ഞങ്ങൾക്കുള്ള ആക്ഷേപമുള്ളൂ. ഈ രണ്ടും ശൈലജ ടീച്ചറെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പലിനെ സ്ഥാനാർത്ഥിയാക്കിയത്. മുരളീധരനെ അവിടുന്ന് മാറ്റിയതും അതിനുവേണ്ടി തന്നെയാണ്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് രാഷ്ട്രീയം. അതല്ലാതെ ഈ കോൺഗ്രസുകാരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരു പുതുമയുമില്ല. ശരി, KVS പറഞ്ഞ കാര്യത്തിന് ശേഷം അനിലക്കര താങ്കളുടെ മറുപടി. നമുക്ക് ജാതിയും മതവും ഒക്കെ പരമാവധി ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാമെങ്കിൽ തന്നെയും 1960-കൾക്ക് ശേഷം ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വടകരയിൽ ജയിച്ചിട്ടില്ല. വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി ജയിക്കുമായിരുന്ന വടകര സീറ്റ് ബലി കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഞാനും KVS ഹരിദാസും അല്ലെങ്കിൽ നികേഷും KVS ഹരിദാസും ഒക്കെ നിരവധി ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. എത്രയോ സൗമ്യനായിട്ടാണ് ഈ KV ഹരിദാസ് സംസാരിക്കാറുള്ളത്. നമ്മുടെ സിനിമാ നടൻ മധുവൊക്കെ സംസാരിക്കുന്ന പോലെ അത്രയും റോസാപ്പൂവിൻ്റെ ഇതൾ വിടരുന്നത് പോലെ വളരെ മൃദുലമായി സംസാരിക്കുന്ന KVS ഹരിദാസിനെ പോലും മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രകോപിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ശ്രീ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം വടകരയിൽ KVS ഹരിദാസിനെ പ്രകോപിപ്പിക്കുന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ അർത്ഥം വളരെ ക്ലിയറാണ്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ കൃത്യമായ രാഷ്ട്രീയ ലൈനിൻ്റെ ഭാഗമായി 20-20 സീറ്റും ജയിക്കുമോ എന്നൊരു ഭയം BJPക്ക് ഉണ്ടായി എന്നതാണ് ഏറ്റവും സൗമ്യനായി സംസാരിക്കുന്ന KVS ഹരിദാസിനെ പോലും പ്രകോപിതനാക്കുന്നത്. ഇവിടെ ഷാഫി പറമ്പിലിനെ എന്ത് നാമത്തിലാണ് ശ്രീ KVS ഹരിദാസ് വിളിച്ചത്? കേരളത്തിലെ KSUവിൻ്റെ പ്രസിഡന്റായ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ, ഇപ്പോൾ തെലങ്കാനയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗമായ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ഏത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ അളന്നു തൂക്കുന്നത്? എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. KSU പ്രസിഡന്റായ ബേബിയായ ഷാഫി പറമ്പിൽ, അല്ല, സംഘടനാപരമായി ഷാഫി പറമ്പിലിന്റെ പ്രാഗൽഭ്യത്തെ ഒന്നും ആരും ചോദ്യം ചെയ്തില്ല. KVSും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ KVS പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് 1960-ന് ശേഷം അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല, ഷംസീർ തോറ്റതും മുസ്ലിം ആയതുകൊണ്ടാണെന്നൊക്കെയാണ് KVS പറഞ്ഞു വെക്കുന്നത്. അല്ല, അങ്ങനെ ഷാഫി പറമ്പിൽ അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ പാടില്ലെന്നേ. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ മെട്രോമാൻ ശ്രീധരനെ പരാജയപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനാണ് ഷാഫി പറമ്പിൽ. ശ്രീധരനെ പരാജയപ്പെടുത്തിയ ചെറുപ്പക്കാരനാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലക്കാട് തുറന്ന ശ്രീധരനെ പരാജയപ്പെടുത്തിയ ഷാഫി പറമ്പിലിനെ ജാതി പേര് വിളിച്ച് പറയുമ്പോൾ എനിക്കൊരു തീവ്ര മതേതര വിശ്വാസിയെ എനിക്ക് അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. KVS ഹരിദാസിനെ പോലും പ്രകോപിതനാക്കുകയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു കാര്യം. അത് വടകരയുടെ കാര്യത്തിൽ ഷാഫി പറമ്പിലിന്റെ വിജയത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. വടകര മാത്രമാണ് ഞാൻ താങ്കളോട് ചോദ്യത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി താങ്കളിലേക്ക് വരാം എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഘടാഘടിയന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറയാമോ ഇവരെ? നികേഷ്, എനിക്ക് അതിനെക്കുറിച്ചൊരു വലിയ കാഴ്ചപ്പാട്, അത് അല്പം വിഭിന്നമായ കാഴ്ചപ്പാടാണ്. അതിനു മുമ്പേ ഇതുവരെ നടന്ന ചർച്ചകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട KVS അനിലക്കര ചൂണ്ടിക്കാണിച്ച പോലെ ഇത്തിരി ഓവർ ഇമോഷണലായിട്ടുണ്ട്, നാച്ചുറലായിട്ട് അങ്ങ് ഇമോഷണലായിട്ടുണ്ട്. അത് എന്തോ മനസ്സിൽ കൊണ്ടോ മുരളീധരൻ തൃശ്ശൂരിൽ വരുന്നത് എന്നുള്ള ഒരു 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 സംശയം എന്നെ പോലെയുള്ളവരിൽ
അനിലക്കരയ്ക്കുണ്ടായ സംശയം എനിക്കുമുണ്ട്. അത്രയും അതിൻ്റെ ആവശ്യമില്ല. കാരണം കെ മുരളീധരൻ കേരളത്തിലെ ഞാൻ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും പ്രഗത്ഭരായ കേരള പൊതുരാഷ്ട്രീയക്കാരിൽ ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ. ആ നിലയ്ക്ക് അദ്ദേഹം ഒരു സീറ്റിൽ മത്സരിക്കുമ്പോൾ നേമത്ത് പരാജയപ്പെട്ടു. എന്നാൽ വട്ടിയൂർക്കാവ് ജയിച്ചു. വട്ടിയൂർക്കാവിൽ നിന്ന് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്ന് സാന്ദർഭികമായിട്ട് പറയട്ടെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ്. അദ്ദേഹം ആ സീറ്റ് പുഷ്പം പോലെ CPM നിന്ന് പിടിച്ചെടുത്തില്ലേ? അതും കൂടി ഓർക്കണം. അതുകൊണ്ട് കെ മുരളീധരനെ അങ്ങനെ എഴുതി തള്ളണ്ട. കെ മുരളീധരൻ ശക്തനാണ്, കരുത്തനാണ്, പ്രഗത്ഭരാണ്. ഇപ്പോൾ പത്മജ BJP പോയതിൻ്റെ ചുരുക്കം കൂടി കെ മുരളീധരൻ പുറത്ത് പ്രസ്താവിച്ചു കഴിഞ്ഞു. ആ രാഷ്ട്രീയത്തിൻ്റെ അലയുലികളും തൃശ്ശൂരിലുണ്ടാവും. അതുകൊണ്ട് തൃശ്ശൂർ ഒരു പുതിയ ഒരു ഫോക്കസ് പോയിന്റ് ആയി മാറുകയാണ്. തൃശ്ശൂർ ഫോക്കസ് പോയിന്റ് ആയി എന്ന കാര്യത്തിൽ ശ്രീ ജേക്കബ് ജോർജ് തർക്കമില്ല. പ്രത്യേകിച്ച് മുരളിക്കൊത്ത എതിരാളിയെ ഒരാൾ കൂടി വന്നിരിക്കുന്നു. VS സുനിൽകുമാർ വന്നപ്പോൾ തന്നെ സുരേഷ് ഗോപിക്കൊത്ത എതിരാളിയായിരുന്നു. ഇപ്പോൾ മുരളി കൂടി വന്നിരിക്കുന്നു. കൃത്യമായ ഒരു ത്രികോണ മത്സരം അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മുരളി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജയിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ദൗത്യം, രണ്ടാമത്തെ ദൗത്യം BJPയെ 3-ാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, അതായത് വടകരയിലും ഒത്ത സ്ഥാനാർത്ഥിയായിരുന്നു ശൈലജ ടീച്ചറിന് കെ മുരളീധരൻ. പക്ഷേ കെ മുരളീധരൻ പോയി അവിടെ പാലക്കാട്ടുകാരനായ ഷാഫി പറമ്പിൽ വരുമ്പോൾ, ഷാഫി പറമ്പിലിൻ്റെ ഭാര്യ വീട് തലശ്ശേരിയാണ്, ഞാൻ അത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും പാലക്കാട്ടുകാരനായ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുമ്പോൾ അത് ശൈലജ ടീച്ചർക്കൊത്ത സ്ഥാനാർത്ഥിയാണോ? അവിടെ നിരാശ ലീഗുകാർക്കുണ്ട്, RMPക്കാർക്കുണ്ട്. ഒരു മണ്ഡലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടോ ഈ ക്രമപ്പെടുത്തൽ കൊണ്ട്? അതായത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം, അതിനിപ്പോൾ എന്താ വഴി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മുരളിയെ വടകരയിൽ നിന്ന് ഒഴിപ്പിക്കുക, വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ആകട്ടെ എന്നുള്ളത്. അല്ല, അതിനകത്ത് പല പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഒരു പാർട്ടിക്ക്, ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് നോക്കേണ്ടി വരും. ഞാൻ അതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് അതിൻ്റെ പല അടിയൊഴുക്കുകളിലേക്ക് കടക്കുന്നില്ലേ നികേഷ്. അങ്ങനെ പല കാരണങ്ങളും കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ്. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, ഞാൻ നിയമസഭയിൽ പോകുന്നയാളാണ്. അദ്ദേഹം കേരള നിയമസഭയിൽ വളരെ ശക്തമായിട്ട് പ്രകടനം നടത്തുന്ന യുവ നേതാവാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞ കാര്യം പൂർത്തിയാക്കുക. അല്ല, പറഞ്ഞ കാര്യം അവിടെ നിന്ന് തീർന്നു. ഇനി പറയാനുള്ളത് പൊതു സ്ഥാനാർത്ഥി ലിസ്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. എളുപ്പമാണ്. ഒരു പാർട്ടി നേതൃത്വത്തിന് സിറ്റിംഗ് MPമാർക്കെല്ലാം സീറ്റ് പ്രഖ്യാപിച്ചു. ഇപ്പം ചില്ലറ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രം. വയനാട്ടിൽ കെ മുരളീധരനെ തൃശ്ശൂരിൽ നിർത്തുന്നു. ആലപ്പുഴയിൽ അവിടെ കോൺഗ്രസിന് ഒരു പുതിയ സ്ഥാനാർത്ഥിയെ വേണം, KS വേണുഗോപാലിനെ നിർത്തുന്നു. എവിടെയാണ് ഇവിടെ പുതുമുഖങ്ങൾ? ഷാഫി പറമ്പിലല്ലാതെ കേരളത്തിലെ യുവ നേതാക്കന്മാർക്ക്, യുവത്വത്തിന്റെ മുഖങ്ങൾക്ക് എവിടെയാണ് ഇവിടെ പ്രാതിനിധ്യം? അല്ല, ശരിയാണ്. പക്ഷെ മുമ്പ് കഴിഞ്ഞ നിയമസഭയിലും അതിനൊക്കെ മുമ്പും CPM കുറേയൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, CPMന്റെ കാര്യം അത് തന്നെയാണ്. യുവാക്കൾ എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്? ഞാൻ 71 ഓർമ്മിപ്പിക്കട്ടെ. 71 വയലാർ രവി, 32കാരൻ വയലാർ രവി തിരുവനന്തപുരത്ത് ചിറയൻകീഴിൽ മത്സരിച്ചത് 61കാരനായ R ശങ്കർ എന്ന അതികായനായ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ്. വൃദ്ധന്മാർ, കിളവന്മാർ മാറി നിൽക്കട്ടെ എന്ന് യൂത്ത് കോൺഗ്രസുകാർ ആവശ്യപ്പെട്ടു. അത് MA ജോൺ ഇവരെ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും പഠിപ്പിച്ച താക്കോൽ സ്ഥാനങ്ങളിൽ നമ്മൾ യുവാക്കൾ കയറിയിരിക്കണം എന്ന ആ ഒരു പാഠത്തിന്റെ ബലത്തിലാണ് ഉമ്മൻചാണ്ടിയും വയലാർ രവിയും കൂടി. തർക്കമില്ല ജേക്കബ് ജോർജ്. പക്ഷേ നമുക്ക് സമയക്കുറവുണ്ട്. നമുക്ക് വിശാലമായ മറ്റു വിഷയങ്ങൾ വരുമ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥികൾ ഇങ്ങനെ തിളങ്ങി വരുന്ന സമയത്ത് നമുക്ക് പഴയ കാര്യത്തിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വരാം. അനിലക്കര, ഈ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശം എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ സ്വാധീനിച്ചിരിക്കുന്നത്? അല്ല, അത് ഈ ലിസ്റ്റുമായി പത്മജ വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി യാതൊരു ബന്ധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരില്ല.
ഈ വിഷയത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. നമുക്കറിയാലോ, ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ച രാഷ്ട്രീയ സാഹചര്യവും രാഹുൽ ഗാന്ധി വയനാട്ടിൽ തുടരുന്ന രാഷ്ട്രീയ സാഹചര്യവുമൊക്കെ എന്താണെന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ കൃത്യമായി തുടക്കത്തിൽ തന്നെ നികേഷ് കുമാർ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ സ്വാഭാവികമായും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ബഹുമാനായ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ജേക്കബ് തോമസ് സാർ സൂചിപ്പിച്ച പോലെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഓരോ സീറ്റും കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ട് വരും. ആ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ കേരളത്തെ ഒരു മണ്ഡലമായി കാണേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണിശമായ രീതിയിൽ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തേണ്ടതായിട്ട് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതാവാണ് ശ്രീ TN പ്രതാപൻ എന്ന് ഞാൻ പറയാതെ തന്നെ നികേഷ് കുമാർ അറിയാലോ. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ കട്ടൗട്ടുകൾ കയറ്റി വെച്ച പ്രവർത്തനം കഴിഞ്ഞ് അതിനുശേഷമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് TN പ്രതാപൻ രാവിലെ ചെയ്ത എന്താണ്? അദ്ദേഹം കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി. K മുരളീധരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി അദ്ദേഹം ഏറ്റവും മുന്നിൽ അദ്ദേഹം നിന്ന് നയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ്, കേരളത്തിൽ 20 സീറ്റുകളും ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഞങ്ങൾ മാറുക എന്നുള്ളതാണ്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിന്റെ വിജയം വളരെ നിഷ്കളങ്കമായിട്ടാണോ അനിൽ അക്കര കാണേണ്ടത്? പ്രതാപൻ നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല, അദ്ദേഹം ഒരു നിയമസഭാ സീറ്റ് കണ്ടുവച്ചിരുന്നു. ആ നിയമസഭാ സീറ്റ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. പക്ഷേ എല്ലാ സിറ്റിംഗ് MP-മാരും മത്സരിക്കണം എന്നുള്ള തീട്ടൂരം ഉള്ളതുകൊണ്ട് മാത്രം TN പ്രതാപൻ പിന്നീട് തുടർന്നു എന്നല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് നോക്കൂ, പത്മജ വേണുഗോപാലിനെ അങ്ങനെ വളരെ ലളിതമായി കാണല്ലേ. പത്മജ വേണുഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശ്ശൂരിലുള്ള UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ കൂടുമാറുമ്പോൾ മാത്രമല്ല, ഇന്നിപ്പോൾ പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് മുരളീധരനെതിരെ പാർട്ടി പറഞ്ഞാൽ തനിക്ക് പ്രചരണം നടത്തേണ്ടി വരുമെന്നാണ്. ആ സാഹചര്യത്തിലാണ് മുരളീധരനെ നേരിട്ട് തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നത്. അതിനുള്ള സാധ്യത ഒട്ടുമില്ല എന്നാണോ കാണേണ്ടത്? ഇല്ലില്ല, ഞങ്ങൾ ഇനി K പത്മജ എന്ന് പറയുന്ന BJP-യുടെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഒരു ചർച്ചയിലും ഞങ്ങൾ അവരെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയത്തെയോ അവരുടെ തുടർന്നുള്ള രാഷ്ട്രീയത്തിലെ പ്രവർത്തനങ്ങളെയോ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ വിശകലനം ചെയ്യാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നേ ഇല്ല. കാരണം ഞങ്ങൾ ഇന്നലെ സംസാരിച്ച് വേറെ ഒന്നുകൊണ്ടല്ല, ഇന്നലെ വരെ അവർ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. ഞാൻ കൂടി പ്രദാനം ചെയ്യുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി അംഗമായിരുന്നു, രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്നു. ഞാൻ ഇപ്പോഴും വരുമ്പോൾ ഇന്ന് തൃശ്ശൂരിൽ അവരുടെ വീടിൻ്റെ മുന്നിലൂടെയാണ് ഞാൻ ടൗണിലേക്ക് കടന്നു വരുന്നത്. അവിടെ അവർക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗമായി അവർക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരുടെ വീടിൻ്റെ മുന്നിലെ ബോർഡ് ഇപ്പോഴും അവർ നീക്കം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ശ്രീമതി K പത്മജയെക്കുറിച്ച് ഒരു രാഷ്ട്രീയ വിശകലനത്തിലേക്ക് ഞാൻ ഇനി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ശ്രീ അനിൽ കുമാർ, നോക്കൂ, ഇവിടെ തൃശ്ശൂരും വടകരയൊക്കെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരെയൊക്കെ അണിനിരത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ ലിസ്റ്റിൽ പ്രധാന പേരുകളിലെല്ലാം തന്നെ കാണാം. ഒറ്റ കാര്യം സംശയമുള്ളൂ, വടകരയാണെങ്കിൽ ഇന്നിപ്പോൾ കോൺഗ്രസിൽ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെയാണ്. അതിനകത്ത് മതമോ ജാതിയോ കാണുന്നത് നമുക്കൊരു ടെലിവിഷൻ ചർച്ചയിൽ ഉചിതമല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നത് പോലും ശരിയല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നിർത്തിയിട്ടുള്ള ഈ 16 സ്ഥാനാർത്ഥികളും ഘടാഘടിയന്മാർ തന്നെയല്ലേ? KC വേണുഗോപാൽ രാജ്യസഭയിൽ അംഗമാണ്. BJP-ക്ക് ഒരു രാജ്യസഭാ സീറ്റോടെ ദാനം ചെയ്യണമെന്നുള്ള ചോദ്യമാണ് ആലപ്പുഴക്കാരുടെ മുമ്പിൽ. BJP രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിന് 3 സീറ്റ് താഴെയാണ്. ഈ കോൺഗ്രസ്സുകാരെല്ലാം കാല് മാറുന്നതുകൊണ്ട് BJP-ക്കാർക്ക് പലയിടത്തും രാജ്യസഭാ സീറ്റ് ഇപ്പോൾ യാദൃശികമായിട്ട് കിട്ടി. 2 ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. ആലപ്പുഴ കൊണ്ട് നിർത്തുന്നത് എന്തിനാ? അവിടെ അനുകൂലമായൊരു ബലം വന്നാൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് BJP രാജ്യസഭ ഭൂരിപക്ഷം. അല്ലല്ല, ഞാൻ പറഞ്ഞ എന്താണ്? ഞാൻ നന്ദി എന്ന് പറയില്ല. പറയാത്ത കാര്യത്തിന് കയറി ഇങ്ങോട്ട് നന്ദി പറയണ്ട. ബുദ്ധിയില്ലാത്ത വർത്താനം നിങ്ങൾ പറയരുത്. നിങ്ങൾ ബുദ്ധിയുള്ള ആളല്ലേ? അനിലക്കരയുടെ ബുദ്ധി എല്ലാവർക്കും അറിയാമല്ലോ. അനിലക്കര സെൽഫ് ഗോൾ അടിക്കുന്ന അനിലക്കരയെ ഞാൻ പറയണോ? പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങൾ. അപ്പം അനിലക്കരയുടെ ബുദ്ധിയൊക്കെ നമുക്കറിയാം. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞോ ജയിക്കുമെന്ന് പറഞ്ഞ? ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ചെയ്യുന്ന അപകടം എന്താണ്? ആലപ്പുഴ നിക്കക്കളി ഇല്ലാതായപ്പോൾ വടക്കോട്ട് പോയ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്.
ഇങ്ങനെ തത്തിക്കളിക്കുന്ന അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന അപകടം എന്താണ്? ആ രാജസ്ഥാനിൽ വേറെ ആരെങ്കിലും ആണ് രാജ്യസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവുമോ? ആ സീറ്റ് BJPക്ക് പോവോ? നിങ്ങൾക്ക് രാജസ്ഥാനിൽ നിന്ന് ഒരു ഒഴിവ് വന്നാൽ ഒരാളെ ജയിപ്പിക്കാൻ പറ്റുമോ? ഉണ്ടോ? നിങ്ങൾ പറഞ്ഞോട്ടെ. അതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് നല്ല ബോധ്യമുണ്ട്, ആ രാജ്യസഭാ സീറ്റ് അവിടെ ഉള്ളതുകൊണ്ട് ആ സീറ്റിൽ തന്നെ അദ്ദേഹം തുടരട്ടെ. അദ്ദേഹം നിലവിൽ MP ആണ്. അത് നഷ്ടപ്പെട്ടു പോയാലും BJPക്ക് രാജ്യസഭ ഭൂരിപക്ഷം വരാനും ഭരണഘടന ഭേദഗതിനും എളുപ്പമുള്ള കാര്യമാണ്. അതിന് മടവെച്ച് കൊടുക്കുന്ന പണിയായിട്ട് വേണുഗോപാൽ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ കേരളത്തിലെ ആളുകൾ ഇത് വേണുഗോപാലിൻ്റെ താല്പര്യത്തിനുള്ള കളിയല്ലേ? KC വേണുഗോപാൽ ഡൽഹി പോയിട്ട് ഈ കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ താല്പര്യം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആർക്കത് അറിയില്ലാത്തത്? ഇവിടെ നടക്കുന്ന ഈ അന്തർനാടകങ്ങൾ, ഞങ്ങളൊരു പാർട്ടിയുടെ ഉള്ളിലെ കാര്യമല്ല പറയുന്നത്. ഞാൻ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം ഇവിടെ പറയട്ടെ. നമ്മുടെ BJPയുടെ പ്രകൃതി പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നേമത്ത് വന്ന് മുരളീധരൻ വന്ന് ഞങ്ങളെ സഹായിച്ചില്ല, മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിച്ചു. മുരളീധരൻ വന്ന് മത്സരിച്ചപ്പോൾ മുരളീധരൻ 28,000 വോട്ട് കിട്ടി, BJP തോറ്റു. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് 8,000 വോട്ടേ ഉള്ളൂ, അപ്പോൾ BJP ജയിച്ചു. BJPക്ക് ജയിക്കാൻ തക്കവണ്ണം അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ രാജഗോപാലിന് ജയിക്കാൻ പറ്റുന്ന വണ്ണം UDF ഞങ്ങളെ സഹായിച്ചില്ല എന്നല്ലേ BJPയുടെ വാദം. അതല്ലാതെ വാദത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല. കോൺഗ്രസ്സുകാർ അവരുടെ ഏറ്റവും പ്രാപ്തരായ സ്ഥാനാർത്ഥിയെ മത്സരിക്കട്ടെ, LDF അവരുടെ ഏറ്റവും ശക്തരെ മത്സരിപ്പിക്കും, BJPക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തരെ മത്സരിപ്പിക്കുക, ജനങ്ങൾ തിരഞ്ഞെടുക്കട്ടെ. അതിന് പകരം അല്ല, നിങ്ങൾ നേമത്ത് കൊണ്ട് മുരളീധരൻ നിർത്തി എന്തിനാ? മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കാനാ. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് സഹായിക്കാൻ കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സഹായമായി. കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കാതെ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് രാജഗോപാൽ ജയിച്ചതെന്നല്ലേ നമ്മുടെ വാദം. പിന്നെ സുരേഷ് ഗോപി 1ാം സ്ഥാനത്താണ്. ചെമ്പ് തെളിഞ്ഞ പറയേണ്ട കാര്യമുണ്ടോ? സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞില്ലേ? കോഴിക്കോട് ഒരു പാവപ്പെട്ട വീട്ടമ്മ എന്ന് സുരേഷ് ഗോപിയെ കണ്ടിട്ട് അവരുടെ കൊച്ചിൻ്റെ വിഷമങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വോട്ട് എവിടെയാ? നിങ്ങളുടെ വോട്ട് തൃശ്ശൂരല്ലേ? പിന്നെ ആരോട് ചോദിക്കണം? MK രാഘവനോട് ചോദിക്കണം. അതെന്ത് കാരുണ്യത്തിൻ്റെ നിറകൂടാണ്? ഞാൻ മാതാവിൻ്റെ തലയിലെ കിരീടത്തിലെ ചെമ്പല്ല ഉദ്ദേശിച്ചത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രവർത്തനത്തിൻ്റെ ചെമ്പ് തെളിയലാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ ചുറ്റിപ്പറ്റി ചെയ്തു എന്ന് വരുത്തിയിട്ട് എന്ത് കാണിക്കാനാ? സുരേഷ് ഗോപിയെ കൊണ്ട് എന്ത് കാണിക്കാനാ? സുരേഷ് ഗോപി പ്രത്യേകമായിട്ട് നമുക്ക് എന്താ ചെയ്തത്? ഒരത്ഭുതം ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇതേ സുരേഷ് ഗോപിയെ തൃശ്ശൂർ തോപ്പിച്ചു ബാലചന്ദ്രൻ. VS സുനിൽകുമാറും ബാലചന്ദ്രനോട് നോക്കുമ്പോൾ നിങ്ങളെല്ലാം എന്താ പറഞ്ഞത്? ബാലചന്ദ്രൻ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. എന്നിട്ട് തൃശ്ശൂർ പട്ടണത്തിൽ എന്താ സംഭവിച്ചത്? തൃശ്ശൂർ പട്ടണത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാനായി. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പറയാൻ കഴിഞ്ഞു. ഇടതുപക്ഷം നല്ല നിലയ്ക്ക് തൃശ്ശൂർ പട്ടണത്തിൽ മുന്നേറി ആ മണ്ഡലം ജയിച്ചു. നല്ല ത്രികോണ മത്സരം. അപ്പം ഇടതുപക്ഷത്തിന് തൃശ്ശൂരിൽ സേ ഉണ്ട്. VS സുനിൽകുമാർ ആരാ? VS സുനിൽകുമാർ? അതിനടുത്ത് നിൽക്കാനുള്ള എന്തെങ്കിലും പ്രവർത്തന ശേഷിയുണ്ടോ ഈ പറയുന്ന ആളുകൾക്ക്? പിന്നെ ബഹുമാനപ്പെട്ട കരുണാകരൻ്റെ തട്ടകം തൃശ്ശൂരല്ല, കരുണാകരൻ്റെ തട്ടകം കണ്ണൂരാണ്. അവിടുന്ന് അദ്ദേഹം തൃശ്ശൂർ വന്നു, അത് ശരിയാണ്. ആ പ്രവർത്തന മണ്ഡലം തൃശ്ശൂരാണ് ഈ പറയുന്ന മുരളീധരൻ തോറ്റത്. അത് വസ്തുതയാണ്. മാള ഈ മണ്ഡലത്തിൽ ഇല്ലാന്ന് എൻ്റെ ധാരണ. ഇനി ഉണ്ടെങ്കിൽ തിരുത്താം. സോറി, ഉണ്ടായിരിക്കും. പഴയ മാളയാണ്, എനിക്കത് കൃത്യം അറിയില്ല, ഞാനത് പരിശോധിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അവിടെ മുരളീധരൻ തോറ്റിട്ടുണ്ടല്ലോ ഈ പറയുന്ന മന്ത്രിയായപ്പോൾ. കൊടുങ്ങല്ലൂർ ചാലക്കുടി തിരുത്താം. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനത് കൃത്യമായിട്ട് ബൈഫർക്കേഷൻ്റെ ഓർമ്മയില്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്ന കാര്യം, ഈ മുരളീധരനെ തോപ്പിക്കാനാവും തൃശ്ശൂരിൽ. കരുണാകരൻ്റെ മക്കളെ തോപ്പിക്കാൻ പറ്റും തൃശ്ശൂരിൽ. അതുകൊണ്ട് ഒരു ഔസത്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിലപാടുകൾക്കുള്ള വോട്ടാണ്. നിങ്ങൾ ഗഡാഗഡിയന്മാർ പാർലമെൻറ്റ് പോയിട്ട് ചെയ്തു. ബഹുമാനപ്പെട്ട നികേഷ് പറഞ്ഞല്ലോ, ഗണാഗഡിയന്മാർ മോഡിയുടെ കൂടെ ചോറുണ്ണാൻ പോയിട്ട് എന്ത് ഗടാഗടിയെത്തും? അതിനെ ആദ്യം പിന്തുണച്ച ആളാണ് മുരളീധരൻ. ഞാനിവിടെ വിളിച്ചാൽ ഉണ്ണാൻ പോയേക്കാം. അതിനുശേഷമാണ് പ്രേമേന്ദ്രൻ പറഞ്ഞത്, മോദി ഒരു കാര്യം പറഞ്ഞാൽ മോദി നടപ്പാക്കും. മോദിയുടെ പാർലമെൻ്ററി ആഫീസ് എന്ന് പറയുന്നത്, PMO ആഫീസ് എന്ന് പറയുന്നത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്യാൻ മോദി വരുമെന്ന് പറയുന്ന കൊല്ലത്തെ MP അദ്ദേഹത്തിന് കൂട്ടുനിൽക്കുന്ന മുരളീധരൻ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ എന്താ വ്യത്യാസം? പത്മജ BJPയിലേക്ക് പോയി, മുരളീധരൻ പോയില്ല. മുരളീധരൻ ഇപ്പുറം നിന്നുകൊണ്ട് ചില വാചകങ്ങൾ അടിക്കൊണ്ട് നിലപാടിൽ ഞാൻ ചോദിക്കുന്നു, മുരളീധരൻ്റെ പാർലമെൻറ്റിൽ ഒരു പ്രസംഗം എടുത്ത് കാണിക്കുക മോദിക്കെതിരെ. നിങ്ങൾ തൃശ്ശൂർ കാണിക്കുക, ജനങ്ങളെ കാണിക്കുക. TN പ്രതാപൻ്റെ പ്രസംഗം എടുത്ത് കാണിക്കുക.
ഇന്ത്യൻ ആരിഫിന്റെ പ്രസംഗവും കാണിക്കേണ്ടി വരും. ആര് യുദ്ധം ചെയ്തു? ഇടതുപക്ഷ എംപിമാർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ആരിഫിന്റെ പ്രസംഗം കൊണ്ട് എന്താ പ്രശ്നം? എന്താ ആരിഫിന്റെ പ്രശ്നം? എന്താ രാജ്യസഭയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സമയം ലോകസഭ കിട്ടത്തില്ല. ആരിഫിനെതിരെ ആരും വരണ്ട. എന്താ കാരണം? ഞങ്ങൾക്ക് ഒരു MP ഉള്ളൂ കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് 2 MP. സമയം അവർക്കാ കൂടുതൽ. ലോകസഭ ഞങ്ങൾക്ക് 1 എണ്ണേ ഉള്ളൂ. കോൺഗ്രസിന് എത്ര എംപിമാരാ? 15. സമയക്കുറവുണ്ട്. ഈ 15 എന്ത് ചെയ്തു? ഓക്കെ, എന്തു ചെയ്തു പാർലമെന്റിൽ? ഈ പറയുന്ന 19 MLA-മാർ ഇപ്പോൾ 18 MLA-മാർ എന്നുള്ള ചോദ്യം നിങ്ങൾ തെരഞ്ഞെടുപ്പ് വേദികളിൽ ചോദിച്ചോളൂ, തുടർച്ചയായി ചോദിച്ചോളൂ. ഞാൻ KVS-ലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ഏതായാലും അഡ്വക്കേറ്റ് അനിൽകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം KC വേണുഗോപാലിന് വേണ്ടിയല്ലേ എന്നുള്ളത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇനി അഥവാ KC വേണുഗോപാൽ ജയിക്കുകയാണ് എങ്കിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് ഒഴിയേണ്ടി വരും. അത് പുതിയ രാജ്യസഭ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ BJP-ക്ക് പോകും. 2, KC വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കേണ്ടത് കൊണ്ടാണ് വടകരയിൽ നിന്ന് മുരളീധരനെ മാറ്റി ഷാഫി പറമ്പലിനെ നിർത്തേണ്ടി വന്നിട്ടുള്ളത്. അത് തോൽക്കുകയാണെങ്കിൽ KC വേണുഗോപാലിൻ്റെ ആവശ്യത്തിന് വേണ്ടി 2 പാർലമെൻറ്റ് സീറ്റുകൾ കോൺഗ്രസ് നഷ്ടപ്പെടുത്തുകയാണ്. എന്നോടാണോ? അതെ. നികേഷ്, എന്ത് ചോദ്യമാണ് ഈ അനിൽകുമാർ? പിന്നെ സെൽഫ് ഗോൾ എത്ര ഗോളാണ് അടിക്കാറ്? പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സെൽഫ് ഗോളുകൾ തുരുതുര അടിച്ച അനിൽകുമാറിന്റെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? ഈ പിന്നെ രാജസ്ഥാനിലെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോകണ്ട. നമ്മൾ കണ്ടന്റ് അനിൽകുമാർ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കണ്ടന്റ് ഉണ്ട്. നമുക്ക് ഡിബേറ്റ് ചെയ്യാം. വ്യക്തിപരമായി പോകണ്ട. പറഞ്ഞു. രാധാകൃഷ്ണനെ പോലൊരു മന്ത്രിയെ ഇവിടെ മത്സരിപ്പിക്കുകയാണ്. രാധാകൃഷ്ണനെ പോലൊരു മന്ത്രിയെ ഇവിടെ മത്സരിപ്പിക്കുകയാണ്. ഇവർക്ക് ആകെ 2 സിറ്റിംഗ് MP-മാരാണുള്ളത്, ശ്രീ ആരിഫും അതുപോലെ തന്നെ കോട്ടയത്തെ ചാഴിക്കാരനെയും. 2 പേരെ ഇവിടെ മത്സരിപ്പിക്കുകയാണ്. ശ്രീ TN പ്രതാപനെയും അതുപോലെ തന്നെ പ്രേമേന്ദ്രനെയും പിന്നെ K മുരളീധരനും. അവരൊന്നും ലോകസഭയിൽ ഒന്നും ചെയ്തിട്ടില്ലാന്നാണ് പറയുന്നത്. TN പ്രതാപനെ 5 തവണയാണ് സസ്പെൻഡ് ചെയ്തത്. ഹൈബീഡിനെ എത്ര തവണയാണ് സസ്പെൻഡ് ചെയ്തത്? ഈ പറഞ്ഞ പോലെ K മുരളീധരനെ സസ്പെൻഡ് ചെയ്തല്ലോ. അപ്പൊ ഇത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള മെഷർമെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് മുൻപന്തിയിൽ നിന്ന് പോരാടിയ ആളുകൾ മുഴുവൻ കോൺഗ്രസിന്റെ MP-മാരാണ്. കേരളത്തിലെ മുഴുവൻ MP-മാരെയും സസ്പെൻഡ് ചെയ്യേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത് നരേന്ദ്രമോദിക്കെതിരായുള്ള വലിയ ഫാസിസ്റ്റിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത് ഞങ്ങൾ തുടരും. അതിനകത്തൊരു തർക്കവും ആ വിഷയത്തിലില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? രാജസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് സൂചിപ്പിക്കുന്നത്. രാജസ്ഥാനിലെ രാജ്യസഭാ അംഗത്തിന് ലോകസഭയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള വിഷയത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുമോ? ഞങ്ങളുടെ ചോദ്യം അവിടെയാണ്. രാജസ്ഥാനിലെ രാജ്യസഭാ MP-ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വോട്ട് ചെയ്യാൻ കഴിയുമോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വോട്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇന്ത്യക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം. ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ഉണ്ടാകണം. നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെയല്ല എന്നതിന്റെ പ്രധാനപ്പെട്ട തെളിവാണ് നിങ്ങൾ KC വേണുഗോപാലിനെതിരായിട്ടുള്ള ഈ മൂവ്മെന്റ് നടത്തുന്നത്. KC വേണുഗോപാലിനെ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയിൽ നിങ്ങളില്ല എന്നതിന്റെ തെളിവാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെ ഭക്ഷണം കഴിക്കാൻ പോയ അദ്ദേഹത്തിന്റെ വിരുന്നിൽ ഭക്ഷണം കഴിക്കാൻ പോയ കാര്യമല്ലേ പറയുന്നത്? പിണറായി വിജയനും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും പിന്നെ അവരൊക്കെ കാമുകന്മാരെ പോലെ കെട്ടിപ്പിടിച്ചു നിന്നതും കൈകൂപ്പി നിന്നതും ഒക്കെ ചിത്രം നമ്മുടെ മനസ്സിനകത്തുണ്ട്. അതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? താനും മകളും മരുമകനും ഉൾപ്പെടെയുള്ള ആളുകൾ നാളെ ജയിലിലേക്ക് പോകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാലിനെ ടാർഗറ്റ് ചെയ്യുന്നു CPM എന്നത് എന്തായാലും അനിൽ അക്കരയ്ക്ക് ബോധ്യമായിരിക്കുന്നു എന്നതാണ് കാണേണ്ടത്. നമുക്ക് KVS ഹരിദാസ്, പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേർന്നിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാ ഘട്ടത്തിലും നിങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ഇന്ന സീറ്റിൽ ജയിക്കൂ അല്ലെങ്കിൽ ജയസാധ്യതയില്ല എന്നൊന്നും പറയില്ല എന്നറിയാം. നോക്കൂ, 2024 മുമ്പ് പക്ഷേ വേറൊരു തരത്തിലുള്ളൊരു മൊമെൻറ്റം ഉണ്ടാക്കാൻ BJP-ക്ക് കഴിയുന്നു എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം അതിലൊന്നാണ്. നോക്കൂ, അത്തരം കുറേ ആളുകൾ ഞങ്ങളുമായി സംസാരിക്കുന്നുണ്ട് എന്നാണല്ലോ BJP നേതാക്കൾ പറയുന്നത്. ഇനിയും കാണാനുണ്ടോ? ഇപ്പോൾ കാണുന്നത് ട്രെയിലർ മാത്രമാണോ? നികേഷ്, ഒരു കാര്യം സുരേന്ദ്രൻ തുറന്നു പറഞ്ഞില്ലേ? ഇന്നലെ പത്മജ BJP-യിൽ ചേരാൻ വേണ്ടി തയ്യാറായ സമയത്ത് പരസ്യമായി വിമർശിച്ച പല ആൾക്കാരും BJP-യുമായിട്ട് ചർച്ച നടത്തിയവരാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ പേരുകൾ എനിക്കറിയില്ല, കാരണം അത്തരം ചർച്ചകളിൽ ഉൾപ്പെടുന്ന ഒരാളല്ല ഞാൻ ഈ പാർട്ടിയിൽ. പക്ഷേ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ നമ്മൾ ആരെന്തിനെ അവിശ്വസിക്കുന്നു? അത്തരം ചർച്ചകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അതിലൊരാളാണ് പത്മജ വേണുഗോപാൽ. അങ്ങനെ അനവധി പേര് വിവിധ പാർട്ടികളിലുണ്ട്.
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നികേഷേ, ഈ 2019 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ കേരളത്തിൽ ഇത്ര സീറ്റ് കിട്ടിയത് ഈ കോൺഗ്രസുകാർക്കും അല്ലെങ്കിൽ UDF-നും? രാഹുൽ ഗാന്ധി നേരത്തെ സൂചിപ്പിച്ചു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുമെന്നുള്ളൊരു വലിയ ക്യാമ്പയിൻ, നരേന്ദ്രമോദി എന്നതൊരു വൺ ടൈം വണ്ടർ ആണെന്നുള്ള ക്യാമ്പയിൻ നടത്തി. അതില് അനിൽകുമാറിന്റെ പാർട്ടിക്കുണ്ട് ചുമതല. ഇന്ത്യ മുഴുവൻ നടന്ന് യെച്ചൂരിയും പറഞ്ഞു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് UDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതിന്റെ ദുരന്തമാണ് LDF അനുഭവിച്ചത്. ഇത്തവണ അത്തരം ചിത്രങ്ങളൊന്നും ഇല്ല ലോകത്ത്. ഏറ്റവും ഒടുവിൽ CNX-ന്റെ ഒരു പ്രീപോൾ സർവേ വന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലോക്സഭയിൽ കിട്ടാൻ പോകുന്നത് 37 സീറ്റാണെന്നാണ് അവർ പറയുന്നത്. 37 സീറ്റ്, 370 മുകളിൽ അല്ലെങ്കിൽ 400 സീറ്റിനടുത്ത് BJP ജയിച്ചു വരുന്ന സ്ഥിതി ഉണ്ടാവുന്നു. അപ്പോ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാതെ പറ്റുമോ? കേരളത്തിൽ ഈ കോൺഗ്രസ്സുകാർക്ക് ഇനി എത്ര കാലം ഈ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റും? എനിക്ക് സംശയമാണ്. പത്മജ ഒരു സിമ്പിളാണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. അനവധി പേർക്ക് കോൺഗ്രസിനകത്ത് നിക്കക്കളിയില്ല. അവരുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ട്. മമതാ ബാനർജി പണ്ട് പോയി ഒരു റീജിയണൽ പാർട്ടി ഉണ്ടാക്കി ബംഗാളിൽ. അതുപോലെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരേണ്ടി വരും ഇവർക്ക്, ഒരു സംശയവും വേണ്ട. അതിനുള്ള കാലഘട്ടം ഏറെ അകലെയൊന്നുമല്ല. അനവധി കോൺഗ്രസ്സുകാർ അതിന് മനസ്സുകൊണ്ട് തയ്യാറായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കേണ്ടതുണ്ട്. ജേക്കബ് ജോർജ് മുരളീധരനെ കുറിച്ച് വലിയ ബഹുമാനത്തോടെ പറഞ്ഞു. ജേക്കബ് ജോർജിന്റെ നിരീക്ഷണമൊക്കെ ശരിയായിരിക്കും. ആ മുരളീധരൻ എത്ര തവണ തോറ്റിട്ടുണ്ട് ജേക്കബ് ജോർജ്? എത്ര തവണ? കോഴിക്കോട് ലോക്സഭയിൽ തോറ്റു. അത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വന്ന് തോറ്റു. വടക്കാഞ്ചേരി നിയമസഭയിൽ തോറ്റു. അവസാനം NCPയുടെ ചെലവിൽ പോയി വയനാട്ടിലെ ലോക്സഭയിൽ തോറ്റു. ഈ മറ്റേ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുസ്ലിം ലീഗ് ഒരു കാലത്തും തോക്കാത്ത മണ്ഡല UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് പോയിട്ട് നിന്ന് തോറ്റതും അദ്ദേഹത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ. അതുകൊണ്ട് ഈ തൃശ്ശൂർ വന്ന് നിൽക്കുന്നതും പറഞ്ഞ സുരേഷ് ഗോപി 2 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി തോറ്റ സുരേഷ് ഗോപി ഞാൻ പറയുന്നത് അല്ല, സുരേഷ് ഗോപി BJP-യും കെ മുരളീധരൻ കോൺഗ്രസുമാണ്. അല്ല, കോൺഗ്രസ് വലിയ പാർട്ടിയും BJP ചെറിയ പാർട്ടിയുമാണ്. പക്ഷേ KVS ആ മുരളി അല്ല ഈ മുരളി. ആ മുരളി അല്ല ഈ മുരളി എന്ന് നികേഷിന് പറയാം. നികേഷിന് അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പറയാം നിങ്ങൾക്ക്. പക്ഷേ അല്ല, അങ്ങനെ ഞാൻ പറയുന്നത് എനിക്ക് ആധാരമായ ഘടകങ്ങളുണ്ട്. സൂചിപ്പിച്ച അദ്ദേഹം തിരുവനന്തപുരത്ത് നിയമസഭാ സീറ്റിൽ ഫ്രഷായി പോയി മത്സരിക്കുകയും തുടർച്ചയായി ജയിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് വടകര ഒരു പാർട്ടി നിയോഗിക്കുന്നു, വടകരയിൽ പോയി ജയിക്കുന്നു. പിന്നീട് അദ്ദേഹം നേമത്ത് പോകുന്നു, നിങ്ങളുടെ അക്കൗണ്ട് പൂട്ടിക്കുന്നു. വീണ്ടും അദ്ദേഹത്തിനോട് തൃശ്ശൂരിലേക്ക് പോകാൻ പറയുന്നു, തൃശ്ശൂരിലേക്ക് പോകുന്നു. മുരളി കുറെ ഡൈനാമിക് ആയിട്ടുണ്ട്. KVS മുരളീധരനെ ഞങ്ങൾ ഒന്നിച്ച് ഒരേ കാലഘട്ടത്തിൽ ലോക്കലായി പഠിച്ചവരാണ്. ഒരേ ബാച്ചായിരുന്നു തിരുവനന്തപുരത്ത്. അല്ല, എനിക്ക് അന്ന് മുതലേ KSU ആയിരുന്ന കാലത്ത് കരുണാകരന്റെ മകനായിട്ട് നടക്കുന്ന കാലം മുതലേ എനിക്കറിയാം. അതുകൊണ്ട് അതൊന്നും പറയണ്ട, ആ ചരിത്രമൊക്കെ. പക്ഷെ മുരളി ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ചരിത്രം ഞാൻ ജേക്കബ് ജോർജിനെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്ന് ഈ വടകരയിൽ നിന്ന് അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലേക്കുള്ള വരവിനെ കുറിച്ച് അത് CPM-ആയിട്ടുണ്ടാക്കിയ ഒരു ധാരണയാണ്. നേരത്തെ ആ ഒരു ഒത്തുതീർപ്പ് തന്നെയാണ് അത് ഞാൻ ആവർത്തിക്കുന്നു. അത് കേരളം വിലയിരുത്തണം. ഗ്രൗണ്ടിൽ എന്തൊക്കെ പറയാനുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ അഡ്വക്കേറ്റ് അനിൽകുമാർ, നിങ്ങൾ ഈ UDF-നെ തകർക്കുന്ന രീതിയിൽ പെരുമാറുകയാണ് എങ്കിൽ KVS-ന്റെ പാർട്ടിക്കാണ് ഇവിടെ ആ തകർച്ചയിൽ നിന്ന് ഗുണം ഉണ്ടാവുക എന്ന തിരിച്ചറിവുണ്ടോ? അതല്ല, യഥാർത്ഥത്തിൽ ഞങ്ങളാരും തകർക്കാൻ നോക്കിയിട്ടില്ല. കേരളത്തിലെ UDF-ന് 19 സീറ്റ് കിട്ടി. അതിനുശേഷം UDF മുന്നോട്ട് പോയോ? UDF എന്താ ദുർബലപ്പെടാൻ കാരണം? ഐ വിൽ ഗോ വിത്ത് BJP എന്ന് KPC പ്രസിഡന്റ് പറഞ്ഞാൽ ഞങ്ങളായിട്ട് പ്രത്യേകിച്ച് തകർക്കാൻ നടക്കണോ? എന്താ KPC പ്രസിഡന്റ് പറഞ്ഞത്? മുമ്പ് LDF UDF മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഉണ്ട്.
അപ്പം ആരാണ് ഞങ്ങൾ UDF-നെ തകർക്കാനാണോ നോക്കണത്? മുസ്ലിം ലീഗ് ഉൾപ്പെട്ട മുന്നണിയുടെ നേതാവായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രസിഡന്റ് പറയുകയാണ് ഇവിടെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്, BJP ആണ് ഓൾട്ടർനേറ്റീവ്. ആ ഓൾട്ടർനേറ്റീവിലേക്ക് ഞാൻ പോകുമെന്ന് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരാൾ പറയുകയാണ്. അദ്ദേഹത്തിനെ നയിക്കുന്ന ഒരു കോൺഗ്രസിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷവാദികൾ വിശ്വസിക്കുമോ? ഇനി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി അരുവിക്കര തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താ പറഞ്ഞത്? പോരാട്ടം BJP-യും കോൺഗ്രസുമായിട്ടാണ്. LDF-നെ 3-ാം സ്ഥാനത്താക്കി ഉമ്മൻചാണ്ടി. സത്യം അതായിരുന്നില്ലല്ലോ. ഇനി കരുണാകരൻ്റെ കോലീബിസൊക്കെയും പറന്നുപോയോ ഈ മുരളിക്ക് ജയിക്കാൻ വേണ്ടി? അതിൻ്റെ ഭാഗമായിട്ട് രക്തസിംഗിനെയും അതുപോലെ തന്നെ മാധവൻകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കിയത് മറന്നുപോയോ? കരുണാകരനാവട്ടെ, ആന്റണി ആവട്ടെ, ഉമ്മൻചാണ്ടി ആവട്ടെ, ഇവരെല്ലാവരും BJP-ക്ക് അനുകൂലമായ രാഷ്ട്രീയം പയറ്റി. ആ പയറ്റിയതിൻ്റെ പ്രായോഗികതയ്ക്കാണ് ഇന്ന് കെ സുധാകരൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരും BJP-ക്കാർക്കും തമ്മിൽ വലിയ അകലമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും. ചില കോൺഗ്രസ്സുകാർ BJP വരും. ഇപ്പം തന്നെ ഈ പാനലിലെ 3 പേര് നോക്കൂ. ബഹുമാനപ്പെട്ട പിണറായിക്കെതിരെ മത്സരിച്ച ആളെ കൊണ്ടുവന്നിട്ടാണ് അവിടെ മത്സരിപ്പിക്കുന്ന കണ്ണൂരിൽ. രണ്ടാമത് മത്സരിപ്പിക്കുന്ന ആരാണ്? ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന കാലത്ത് കാലിക്കറ്റ് സർവകലാശാല BC മലപ്പുറത്ത് മത്സരിക്കുകയല്ലേ. പിന്നെ വന്നിരിക്കുന്ന ആരാണ്? മൂന്നാമത് മത്സരിക്കുന്നത് BJP-യുടെ പാനലിൽ മത്സരിക്കുന്ന ആളാരാണ്? കോൺഗ്രസിൽ നിന്ന് വന്ന ആൾ. ഇങ്ങനെ 3 പേര് ഈ പാനലിൽ തന്നെ 3 പേര് കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. ഇനി ബാക്കി ആരൊക്കെ വരുമെന്ന് നമുക്ക് അറിയാറായിട്ടില്ല. ഇതിൽ നിന്ന് തെളിയുന്ന കാര്യം എന്താണ്? CPM-ഓ LDF-ഓ നിലപാടെടുത്തിട്ട് കോൺഗ്രസിനെ ഇവിടെ ദുർബലമാക്കുന്നില്ല. കോൺഗ്രസ് ദുർബലമാകുന്നത് അവരുടെ നയങ്ങൾ കൊണ്ടാണ്. ആർക്കാണ്? നോക്കൂ, അല്ല അത്തരം ചർച്ചകൾ വേണ്ട. കോൺഗ്രസ് എന്ന് പറഞ്ഞ ഏത് കോൺഗ്രസാണ്? സ്വാതന്ത്ര്യ സമരം നടത്തിയ കോൺഗ്രസാണ്. നാണമില്ലേ നിങ്ങൾക്ക് പറയാൻ? സ്വാതന്ത്ര്യ സമരം നടത്തിയ കോൺഗ്രസാണ്. സ്വാതന്ത്ര്യ സമരം നടത്തിയ കോൺഗ്രസിൽ EMS ഉണ്ടായിരുന്നേ. സ്വാതന്ത്ര്യ സമരം നടത്തിയ കോൺഗ്രസിൽ പങ്കെടുത്തിട്ട് EMS തന്റെ ഡിഗ്രി പഠനം ഉപേക്ഷിച്ചിട്ട് ജയിലിൽ പോയെന്നേ. ആ കോൺഗ്രസിനെ നിങ്ങൾ കൊന്നു. ആ കോൺഗ്രസിനെ നിങ്ങൾ കൊന്നിട്ട് കാലുമാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാല് പി കൃഷ്ണപിള്ള കോൺഗ്രസാണ്. പി കൃഷ്ണപിള്ള കോൺഗ്രസാണ്. നിങ്ങൾ പിളർന്ന പാർട്ടിയല്ലേ? CPI അല്ല, പി കൃഷ്ണപിള്ള കോൺഗ്രസാണ്. അവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി. അത് വികാസമാണ്. അത് വികാസമാണ്. ഞങ്ങളുടെ വികാസമാണ്, ദർശനത്തിന്റെ വികാസമാണ്. അത് നിങ്ങളുടെ പത്മജയുടെ കാലുമാറ്റം പോലെയാണോ? എനിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ ഇതൊക്കെ ഇന്നലെ പഠിച്ചിട്ട് ഒരു വാക്കൂടെ അനിലക്കര ഇതാണ് ഇന്നലെ ഏതാണ്ട് ഒരു എഞ്ചുപടി വെച്ച് പഠിച്ച പോലെയാണ് CPM പടർന്നിട്ട് CPI എന്നാണ് CPM ഉണ്ടായെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഏത് ശാസ്ത്രമാണ് നിങ്ങൾ പറഞ്ഞിട്ടിരിക്കുന്നത്? ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ ഹിമാചൽ പ്രദേശിലെ ആ മന്ത്രിസഭ ഏത് പരുവത്തിലെത്തി? നിങ്ങളുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വിഷയമല്ലല്ലോ. നമുക്ക് വിശദമായി അതൊക്കെ ചർച്ച ചെയ്യാനുള്ള സമയം ഉണ്ടാവും. തെരഞ്ഞെടുപ്പല്ലേ തൊട്ടടുത്ത ദിവസങ്ങളിൽ. ഇന്നിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാം. അല്ലക്കരെ നോക്കൂ, TN പ്രതാപൻ അടക്കമുള്ള ഉപദ്രവകാരനാണ് ഞാൻ പാർട്ടി വിട്ടത്. സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ നടത്തുന്നത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ സംഘത്തിന് ഞാനൊരു ശല്യക്കാരിയായി ബിസിനസ്, കച്ചവടം, മറ്റു പാർട്ടിക്കാരുമായിട്ടുള്ള ബന്ധം, പെണ്ണുങ്ങളെ ജയിക്കാൻ അനുവദിക്കില്ല, വൃത്തികേട് പെണ്ണുങ്ങളുടെ അടുത്ത് പറയൽ മാത്രമല്ല, അവർ പറയുന്നത് പ്രിയങ്കയുടെ പരിപാടിക്കായി എൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങി പറ്റിച്ചു എന്നാണ്. 50 ലക്ഷം ചോദിച്ചു, ഞാൻ 22 ലക്ഷം കൊടുത്തു, പിന്നെ വാഹനത്തിൽ കയറ്റിയില്ല, DCC പ്രസിഡന്റ് ചൂടായി എന്നൊക്കെയാണ്. നോക്കൂ, ഇതൊക്കെ പത്മജ ഇനി തെരഞ്ഞെടുപ്പ് വേദിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അനിലക്കര, നിങ്ങൾ ഇനി പത്മജയുടെ പേര് പറയില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ അത് അത്ര കണ്ടേക്കോ? കഴിഞ്ഞ 3 വർഷം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി യോഗത്തിൽ ശ്രീമതി പത്മജയുമായി നിരവധി തവണ യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തായി കണ്ടിട്ടുണ്ട്. അവരൊന്നും ഈ തരത്തിലുള്ള പരാതികൾ അവിടെ ഉന്നയിച്ചിട്ടേ ഇല്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനും അവരും ഒരുമിച്ചാണ് മത്സരിച്ചത്. അതിനുശേഷം ആ പരാജയത്തിലും അവർ ചില പരാതികൾ കൊടുത്തു. യാതൊരു നടപടിയും ഉണ്ടായില്ല. ആ നടപടി ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതിലും വീണ്ടും അവർ പരാജയപ്പെട്ടു. കഴിഞ്ഞ 2024 ഫെബ്രുവരി മാസം 3-ാം തീയതി ശ്രീമതി പത്മജ വേണുഗോപാൽ ഇവിടെ പ്രസംഗിച്ചത്, അയ്യന്തോൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പ്രസംഗിച്ചത് ശ്രീ TN പ്രതാപന് ഇന്ദിരാഗാന്ധിയും എൻ്റെ അച്ഛൻ കരുണാകരനും ഉണ്ടാക്കിയ ചിഹ്നമായ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ ഫെബ്രുവരി മാസം 3-ാം തീയതി മുതൽ 4-ാം തീയതി വരെ കടന്നു പോകുമ്പോൾ 100 മണിക്കൂറിന് താഴെ സമയത്തിനകത്ത്
ഒരു നിലപാട് രാഷ്ട്രീയമായ മാറ്റം ഉണ്ടായിട്ടാണെങ്കിൽ എനിക്ക് അവരോടൊന്നും പറയാനില്ല. സഹതപിക്കുക മാത്രമേ അതിന് മാർഗമുള്ളൂ. 22 ലക്ഷത്തിനൊന്നും കണക്ക് പറയേണ്ട കാര്യം പാർട്ടിക്കില്ല. അല്ല, ഞാൻ നിരവധി തവണ KPCCയുടെ യോഗത്തിൽ പങ്കെടുത്ത ആളാണ്. അവർ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ MLA ആയി KPCC നിർവാഹക സമിതി യോഗത്തിലുണ്ടായിരുന്നു. 2021 പരാജയപ്പെട്ടതിന് ശേഷം ഞാനും അവർ ഒരുമിച്ചാണ് പരാജയപ്പെട്ടത്. ഞങ്ങൾ KPCCയുടെ സഹഭാരവാഹികളായിരുന്നു. ഒന്നും അവരെ പരാതി പറഞ്ഞിട്ടില്ല. ഓക്കെ, ശരി. അവസാനമായി ശ്രീ ജേക്കബ് ജോർജ്, ഈ പത്മജ മുരളി ദ്വന്ദ്വം അതെങ്ങനെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുക? എന്തായാലും മുരളി പറഞ്ഞു ഇനി പത്മജയുമായി ഒരു തരത്തിലുമുള്ള ബന്ധവുമില്ല എന്ന്. രാഷ്ട്രീയമായി അകന്നു എന്നല്ല, പകരം ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് മുരളി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എളുപ്പമായല്ലോ, ഞാൻ മുരളിക്കെതിരെ പ്രചാരണത്തിന് ഇറങ്ങും എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. നോക്കൂ, കരുണാകരൻ്റെ 2 മക്കൾ എല്ലാ കാലഘട്ടത്തിലും ഇവർ രണ്ടുപേരും വാർത്തയായിരുന്നു എന്നുള്ളതാണ്. അവരെത്തി നിൽക്കുന്നത് നോക്കൂ. അല്ല, കരുണാകരനെ കേരളത്തിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിയ, കേരളത്തിൻ്റെ അതിർത്തികളിൽ നിന്ന് അകറ്റി നിർത്തിയ ആദ്യ നേതാവ് EMS നമ്പൂതിരിപ്പാട്, രണ്ടാമത്തത് K കരുണാകരൻ തന്നെയാണ്. ആ K കരുണാകരൻ്റെ മകൾ പത്മജ BJPയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു പ്രയാസം ഉണ്ടാകും. പക്ഷേ അവിടെ ഒരു ശക്തനായ ഒരു ശക്തി ദുർഗമായിട്ട് K മുരളീധരൻ നിൽക്കുകയാണ്. സ്വന്തം സഹോദരിക്കെതിരെ, സ്വന്തം കൂടപ്പിറപ്പിനെതിരെ നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് K മുരളീധരൻ്റെ മാത്രമല്ല, കേരളത്തിലെ ഒരു സാധാരണക്കാരനായ കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചൂടേറിയ വികാരമുണ്ടല്ലോ, ഒരു കോൺഗ്രസ് വികാരം. ഒരു കാര്യം കൂടെ പറയട്ടെ, ബഹുമാനപ്പെട്ട KVSും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. കേരളത്തിൽ 2 പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് ഇങ്ങനെ ഐക്യ കേരളത്തിലൂടെ ജനിച്ചു വളർന്നത്. വളരെ ലേറ്റ് എൻട്രിയാണ് BJP. ആദ്യം ഹിന്ദുമുന്നണി തിരുവനന്തപുരത്ത് 19.8 വോട്ടാണ് അന്ന് നേടിയത്. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളവർമ്മരാജ ഹിന്ദുമുന്നണി സ്ഥാനാർത്ഥി. അവിടെ നിന്ന് എവിടെയോട്ടാണ് വളർന്നത് ഹിന്ദുമുന്നണി, പിന്നീട് BJP. അപ്പോൾ ആ 2 മുന്നണികളിൽ ഒന്ന് അവർക്ക് പ്രായോഗികം കോൺഗ്രസ് ആണ്. കോൺഗ്രസ് ജയിച്ചെങ്കിൽ മാത്രമേ BJPക്ക് ഇനി ഇവിടെ വളരാൻ കഴിയൂ എന്ന ബോധ്യം ഇപ്പോഴും KVSന്റെ വാക്കുകളിലുണ്ട്. അതിനുവേണ്ടിയാണ് പത്മജയെ പിടിക്കുന്നത്, ആന്റണിയുടെ മകൻ, കരുണാകരൻ്റെ മകൾ, ഇവരെയൊക്കെ പിടിക്കുന്നത്. അതാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. അതിനെ അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമാണ് K മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൻ്റെ അകത്തൊരു കോൺഗ്രസ്സുകാരൻ്റെ ചൂരും ഉണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമാണ്. ശ്രീ ജേക്കബ് ജോർജ്, പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശത്തോടു കൂടി കോൺഗ്രസ് വികാരം ഉണർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ നന്ദി സഹകരിച്ചതിന് ശ്രീ ജേക്കബ് ജോർജ്, അഡ്വക്കേറ്റ് K അനിൽകുമാർ, അനിലക്കര, KVS ഹരിദാസ്. മീഡിയ Debate with MV Nikesh Kumar.